ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. നമ്മുടെ HDFC ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ മറക്കണ്ട. നിങ്ങളുടെ മിനിമം ഡ്യൂ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടി HDFC ബാങ്ക് ഒന്നും മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, നോർമലി മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ 5% ഓഫ് ദ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ കുറേ പേര് ഇപ്പോൾ മിനിമം ഡ്യൂ മാത്രം അടച്ചു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മിനിമം ഡ്യൂ അടക്കുന്നവർക്ക് നമ്മളൊരു കാര്യം പറയാണ്ട്, നിങ്ങൾക്ക് ആക്ച്വലി സിബിൽ റിപ്പോർട്ടിംഗ് ആക്ച്വലി മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ബാലൻസ് എമൗണ്ടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് വരും അടുത്ത ബില്ല് വരുമ്പോൾ. അതാണ് ആക്ച്വലി അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്. എന്ന് വെച്ചാൽ ബാങ്കിനൊക്കെ ഭയങ്കര ലാഭമാണ് ഈ പരിപാടി. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബില്ല് അടയ്ക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് മാത്രം അടയ്ക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ടാണെങ്കിൽ മിനിമം ഡ്യൂ അടയ്ക്കാം. പക്ഷേ എപ്പോഴും അടയ്ക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ആണ് അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറ്റത്തിനെ കുറിച്ച് പറയാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണ് എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതിട്ടാ. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ HDFC ബാങ്ക് ഇപ്പോൾ നമ്മുടെ ഈ മിനിമം ഡ്യൂ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടി കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതായത് ഇനി തൊട്ട്, അതായത് ഏപ്രിൽ 1 തൊട്ട് ഇനി മിനിമം ഡ്യൂ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് വിഡ്രോവലും കൂടി കണക്കാക്കും. ക്യാഷ് വിഡ്രോവൽ നമ്മളിപ്പോൾ ATM ഉപയോഗിച്ചിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുക കേട്ടോ. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബില്ലിൽ, അതായത് നമ്മുടെ ടോട്ടൽ ബില്ലിൽ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഷോപ്പിംഗ് അങ്ങനത്തെ കുറേ സംഭവം, കാർഡ് സ്വൈപ്പിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുള്ള ബില്ലാണ്. ഇപ്പോൾ 20,000 രൂപ ബില്ല് വന്നു. അതിൽ ഇപ്പോൾ നമ്മൾ ആ ബില്ല് ഫുള്ള് നമ്മൾ ജസ്റ്റ് ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് 10,000 രൂപയുടെ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു 20,000 രൂപയുടെ സാധനം പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ആ ബില്ല് മാത്രമാണ് ഇപ്പോൾ 20,000 രൂപ ബില്ല് വന്നതായിരിക്കും. നിങ്ങൾക്ക് ആക്ച്വലി മിനിമം ഡ്യൂ എമൗണ്ട് കുറവായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ ബില്ലിൽ ഫൈനാൻസ് ചാർജസ് കൂടി ഉണ്ടെങ്കിൽ, അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഫൈനാൻസ് ചാർജസ് കൂടുതലാണ്. ഫൈനാൻസ് ചാർജ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് സംഭവമൊക്കെ വരില്ലേ, EMI സംഭവമൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ വരില്ലേ, അത് കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ മിനിമം ഡ്യൂ എമൗണ്ട് കൂടുതൽ വരും കേട്ടോ. അതായത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബില്ലിൽ ഫൈനാൻസ് ചാർജസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ മിനിമം ഡ്യൂ എമൗണ്ട് ഇനി കുറയും, അല്ലെങ്കിൽ നിങ്ങളുടെ മിനിമം ഡ്യൂ എമൗണ്ട് കൂടും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതാണ് പുതിയ അപ്ഡേറ്റ് ആക്ച്വലി HDFC ബാങ്ക് വന്നേക്കുന്നത്. ഇതിന് ആക്ച്വലി ഒരു ഫോർമുല ഒക്കെ ഉണ്ട്. മിനിമം ഡ്യൂ എമൗണ്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ GST പ്ലസ് EMI എമൗണ്ട് പ്ലസ് 100% ഓഫ് ദ ഫീ ഓർ ചാർജ് പ്ലസ് 5% ഓർ 100% ഓഫ് ഫൈനാൻസ് ചാർജ് പ്ലസ് 5% ഓഫ് ദ റെൻ്റൽ സ്പെൻഡ് പ്ലസ് ക്യാഷ് അഡ്വാൻസ് പ്ലസ് ഓവർ ലിമിറ്റ് എമൗണ്ട്. അതാണ് അവരുടെ ഫോർമുല. നോക്കി നിങ്ങൾക്ക് വരാൻ നോക്കണ്ട. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇനി അതിൽ ഇപ്പോൾ നമ്മുടെ ബില്ല് എമൗണ്ടിൽ ഫൈനാൻസ് ചാർജസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇനി മിനിമം ഡ്യൂ എമൗണ്ട് കൂടുതൽ കിട്ടും. അപ്പോൾ മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു അപ്ഡേറ്റ് HDFC ബാങ്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ ബാങ്ക് എല്ലാം ഇത് ഫോളോ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെയ്തേക്കാം. പക്ഷേ നിങ്ങളൊരു മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കാത്ത, അല്ലാണ്ട് ടോട്ടൽ എമൗണ്ട് അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഇത് ബാധിക്കുക പോലും ഇല്ല. അപ്പോൾ അല്ലാത്തവർക്ക് ഇഷ്യൂ ഇല്ല. പക്ഷേ മാഡ് എമൗണ്ട് അടയ്ക്കുന്നവർക്ക് ഇതൊരു പണിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് EMI ഒക്കെ കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം എമൗണ്ട് കൂടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തുള്ള കാണാം.